അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഫുൾ വൈബാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ് നിൽക്കുന്നത് പേട്ട കാഞ്ഞിരവിളാകം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് വരുന്നവർ നമ്മുടെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം നിങ്ങൾ ബൈ റോഡ് കാറ് വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പേട്ട, ചാക്ക, ലോർഡ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അവിടെയൊക്കെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊങ്കാല കഴിഞ്ഞിട്ട് ഭയങ്കര ക്രൗഡായിരിക്കും ട്രിവാൻഡ്രം സിറ്റി ഫുള്ള്. അപ്പോൾ ഈ പൊങ്കാല പ്രമാണിച്ച് KSRTCയുടെ ഒരുപാട് അഡീഷണൽ സർവീസസ് ഉണ്ട്. പിന്നെ നമ്മുടെ അല്ലാതെ പൊങ്കാലയ്ക്ക് വരുന്ന 2 വീലേഴ്സും കാറും എല്ലാം കൂടെ ആയി ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പൊങ്കാല കഴിഞ്ഞിട്ട് തിരിച്ച് പോകാൻ എളുപ്പം ഇതേപോലെ ഈ പേട്ട, ചാക്ക ഇങ്ങനെ വന്നിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഈ കാറ് വഴി വരുന്നവരാണെങ്കിൽ ദൂരെന്ന്, ഇല്ലാത്തവർക്ക് ട്രെയിൻ വഴിയൊക്കെ ആണെങ്കിൽ ട്രിവാൻഡ്രം സെൻറ്ററിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ തമ്പാനൂർ അങ്ങനത്തെയുള്ള ഭാഗങ്ങളിലിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ പേട്ട കാഞ്ഞിരവിളാകം അവിടെ ഞങ്ങൾ നാളത്തേക്കുള്ള പൊങ്കാലയ്ക്ക് സ്ഥലം പിടിക്കാൻ ഇപ്പം തന്നെ ഓൾറെഡി അവിടെ ഫുള്ളായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഈഞ്ചക്കലിലേക്കാണ് പോകുന്നത്. ഈഞ്ചക്കൽ നമ്മുടെ കോട്ടയ്ക്കകം ആ ഭാഗത്തോട്ടാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ പരിസരത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കോട്ടയ്ക്കകത്താണ്. കോട്ടയ്ക്കകത്ത് വന്നിട്ട് ഫുള്ള് 2 സൈഡും പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞിരുന്നു. പിന്നെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ആറ്റുകാലമ്മയുടെ പടുക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ രാത്രി അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്ന് വന്നവർ കൂടുതൽ ഈ ഈസ്റ്റ് ഫോർട്ട്, തമ്പാനൂർ അവിടെയൊക്കെയാണ് സ്റ്റേ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഹോട്ടൽസിലെല്ലാം ബുക്കിംഗ് ഫുള്ളായിരിക്കും. അപ്പോൾ അവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹോട്ടലിൽ സ്റ്റേ എടുക്കുന്നവർക്ക് അവരുടെ ഹോട്ടലിൻ്റെ പരിസരത്ത് തന്നെ അവർ പൊങ്കാല ഇടാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുക്കും. പിന്നെ പറയാതിരിക്കാൻ വയ്യ, എല്ലാ സ്ഥലങ്ങളിലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഓരോ എന്താ പറയുക, യൂണിയൻ പൗരസമിതി ആയിരുന്നാലും ഓട്ടോ ചേട്ടന്മാരുടെ യൂണിയൻ ആയിരുന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഈവൻ നൈറ്റ് വരുന്നവർക്കും നാളെ പൊങ്കാല ഇട്ടതിന് ശേഷം അന്നദാനമായിരുന്നാലും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഇതേപോലെ നൈറ്റ് ഫുഡ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല തിരക്കുണ്ട്. നമുക്ക് ഈ ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണക്കാടാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല. കാര്യം ഭയങ്കര ബ്ലോക്കായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് 4 വീലറായിട്ട് അങ്ങോട്ട് പോകാൻ നോക്കണ്ട. കാര്യം ലൗഡല്ല, നമ്മൾ ഒരുപാട് എവിടെയെങ്കിലും ദൂരെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനേ അവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല. കാര്യം നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കുള്ളതാണ്. അപ്പം തന്നെ ഓൾറെഡി ഈസ്റ്റ് ഫോർട്ട് ഫുള്ള് ട്രാഫിക് ബ്ലോക്കായിട്ടുണ്ട്. ഇത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടുള്ളൊരു വാക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടാണ്. അവിടെ ഈ ദൂരെ നിന്ന് വരുന്നവരെല്ലാം അവിടെ തന്നെ കിടന്ന് നാളെ പൊങ്കാല ഇട്ടിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ട്രിവാൻഡ്രത്തെ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. ട്രിവാൻഡ്രം ഫുള്ള് ലൈറ്റിംഗ് ആണ്. ഇടയ്ക്ക് ഗാനമേള ഉണ്ട്. അങ്ങനെ ഫുൾ വൈബാണ് ട്രിവാൻഡ്രം ഇന്നും നാളെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് വരുന്ന, ഈവൻ ട്രിവാൻഡ്രത്ത് ഉള്ളവർ തന്നെ സിറ്റിക്കകത്ത് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബൈ ഒരു 10-10:30 അല്ലെങ്കിൽ ഒരു 11 ആകുമ്പോഴത്തേക്കും നമ്മൾ പൊങ്കാല ഇട്ട് കഴിയും. അതിന് ശേഷം ഒരു ഷോപ്പിംഗ് ഉണ്ട്. പൊങ്കാലയൊക്കെ ഇട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. അതിനുവേണ്ടി മെയിൻലി നമ്മൾ സിറ്റിക്കകത്തോട്ട് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അത് നല്ലൊരു വൈബാണ്. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റാണ്. അവിടുത്തെ തിരക്കാണ് രാത്രി 9 തൊട്ട് 10 മണിക്കിടെ. അവിടെ ചേട്ടന്മാർ ഫുള്ള് എന്താ പറയുക, ഗാനമേളയ്ക്ക് അവർ കളിക്കുകയാണ്. ഫുൾ അവർ എൻജോയ് ചെയ്യാണ്. പിന്നെ എന്താണ്, നമ്മുടെ ട്രിവാൻഡ്രത്തെ ഈസ്റ്റ് ഫോർട്ട് കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റോപ്പാണ്.
അവിടെയും പഴവങ്ങാടി അമ്പലത്തിൻ്റെ പരിസരമാണിത്. അവിടെയും പൊങ്കാലകൾ കലങ്ങളും എല്ലാം ഓൾറെഡി എല്ലാം സെറ്റാണ്. ഇനി നാളെ എന്താ പറയുക, പൊങ്കാല കലങ്ങളിൽ തീ കൊളുത്തിയാൽ മതി. ഫയർഫോഴ്സിൻ്റെ ഇതുകൊണ്ട് ട്രിവാൻഡ്രം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. റോഡായിരുന്നാലും എല്ലാം നല്ല നീറ്റാണ്. ഇത് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നമ്മൾ MG റോഡ് അങ്ങോട്ട് പോകുന്ന നമ്മുടെ പോത്തീസ് MG റോഡ് അങ്ങോട്ട് പോകുന്ന റോഡാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ ഈ വരുന്നവർ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആലപ്പുഴ, നമ്മുടെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട വരുന്നവർ മാക്സിമം അങ്ങോട്ട് ഇടുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് നാളെ അമ്പലത്തിൽ പോയി അങ്ങനെ തൊഴാൻ പറ്റും. പക്ഷെ ഭയങ്കര ക്യൂ ആയിരിക്കും. ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്യൂ ആയിരിക്കും. പിന്നെ അങ്ങോട്ടത്തേക്ക് അങ്ങനെ അവർ വണ്ടിയും ഇടത്തില്ല മണക്കാട് ഭാഗത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ അപ്ഡേറ്റ്സ് വരുന്നത്.